2016 112 പേരുടെ ജീവൻ കവർന്ന പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമുണ്ടാകുന്നത്. അന്ന് ആ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ 10 വർഷത്തിനിപ്പുറം വീണ്ടും ഒരു അപകടം തൃശ്ശൂരിൽ നടന്നിരിക്കുകയാണ്. അന്ന് സാറ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പാലിക്കപ്പെടുന്നുണ്ടോ? നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനിയൊരു ദുരന്തം ഉണ്ടാകാത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശം പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രോട്ടോക്കോൾ തയ്യാറാക്കിയ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള ഈ നിയമങ്ങൾ, ഇത് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ തന്നെ പര്യാപ്തമാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ എന്നാണോ? നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ചട്ടങ്ങളുടെ നിയമത്തിൻ്റെ പോരായ്മയല്ല, അത് നടപ്പാക്കുന്ന ഇതിലുള്ള വീഴ്ചയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇതിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അതിലെ ക്വാണ്ടിറ്റിയിൽ ഒന്നും നിയന്ത്രണങ്ങളില്ലാത്ത നിലയിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നല്ലേ നമുക്ക് ഇത്തരം സംഭവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്? ശബ്ദ തീവ്രതയുള്ള പദാർത്ഥങ്ങൾ മാറ്റി വെളിച്ചത്തിനും വർണ്ണത്തിനും പ്രാധാന്യം കൊടുക്കണം. അന്താരാഷ്ട്ര ലെവലിൽ നടപ്പാക്കുന്ന പോലെയുള്ള ഇത് ഇവിടെ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ശബ്ദ തീവ്രത ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്ഫോടനത്തിന് ശക്തി കൂടും, കൂടുതൽ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ശേഖരിക്കുന്നിടം തൊട്ട് ഇതിനുള്ള ഇത് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തും അവിടെ നിന്ന് കത്തിക്കുന്ന സ്ഥലത്തും സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും എല്ലാം പ്രത്യേകം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അത് പാലിച്ചു കാണില്ല. അത്തരം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നടപ്പിലാക്കാത്തതായിട്ട് അറിയില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനത്തിൽ SOP തയ്യാറാക്കാനായിട്ട് തീരുമാനമുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അന്ന് ചെയ്തിരുന്ന് അതനുസരിച്ച് ഇവിടെ പരിപാലിച്ചിട്ടുണ്ട് നടന്നിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല. സാർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2019 ഞാൻ മനസ്സിലാക്കുന്നത്. ജൂലൈ 15 അത് കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, എന്നിട്ടും അതിൽ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നല്ല, അത് കാര്യമായിട്ട് നടപ്പാക്കേണ്ടവർ കാര്യമായത് എടുത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അഭിപ്രായങ്ങൾ സമൂഹത്തിലുണ്ട്. അത് വേണ്ട, ഇത്തരം വെടിക്കെട്ടുകൾ ദുരന്തത്തിലേക്ക് വഴിവെക്കും തുടങ്ങിയ അഭിപ്രായങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് തുടങ്ങിയ അഭിപ്രായങ്ങളുണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ വെടിക്കെട്ടുകൾ അത് നിരോധിക്കേണ്ടതാണോ അതോ നിയന്ത്രിച്ച് നടപ്പിലാക്കേണ്ടതാണോ? വെടിക്കെട്ട് തന്നെ നിരോധിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം കുറേ പണം ഇതിനു വേണ്ടി ദൂർത്താക്കി കളയണം, ആർക്കും പ്രയോജനപ്പെടാതെ. ആചാരത്തിൻ്റെ ഭാഗമല്ല, റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമല്ല, ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അത് അന്നത്തെ തെളിവിൻ്റെ അന്ന് എനിക്ക് എൻ്റെ മുമ്പാകെ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് വേണ്ടെന്നാണ് സാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം? വെടിക്കെട്ട് വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ വിഷുവിന് ഈസ്റ്ററിന് ഒന്നും ഞാനത് വെടിക്കെട്ട് ഉപയോഗിക്കാറില്ല, ക്രാക്കേഴ്സ് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണ് ജസ്റ്റിസ് PS ഗോപിനാഥിന് പറയാനുള്ളത്. നിയമങ്ങൾ ഉണ്ട്, പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല. അത്തരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി നിയമങ്ങൾ പാലിച്ച് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കണം എന്നതാണ് ജസ്റ്റിസിന് പറയാനുള്ളത്.